പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ട്, തത്സമയം പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വാർത്തകൾ ഇതൊക്കെ അറിയിക്കാം. നമ്പർ ഇതാണ് 048428300510. നമ്പർ ഒരിക്കൽ കൂടി 048428300510. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വാർത്തകൾ, അതുപോലെ ദൃശ്യങ്ങൾ, അതൊക്കെ വാട്സാപ്പിൽ ഞങ്ങളെ അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ് 6235 96 89 37. ഇനി നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെ അത് ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കരുവന്നൂരും കണ്ടലയും സർക്കാരിനും LDFനും ഉണ്ടാക്കിയ തലവേദന ചെറുതല്ല. കേന്ദ്ര ഏജൻസികൾ ഇവിടങ്ങളിൽ പിടിമുറുക്കിയത് നമ്മൾ കണ്ടതുമാണ്. ഒടുവിൽ സഹകരണ മേഖലയിലെ പുഴുക്കുത്തുകളെ പാടെ തള്ളി സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. സംസ്ഥാന സഹകരണ യൂണിയന്റെ 9ാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ കടുത്ത വിമർശനമുയർത്തിയത്. അഴിമതി പ്രശ്നങ്ങൾ സഹകരണ മേഖല ഗൗരവത്തോടെ കാണണം. ആർത്തിമൂത്തവരാണ് അഴിമതിയുടെ ഭാഗമാകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. അഴിമതിക്കാർക്ക് ഒരു തരത്തിലും സർക്കാരോ വകുപ്പോ പരിരക്ഷ നൽകില്ല. ഓഡിറ്റിൽ കുറ്റകരമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറും. തെറ്റു ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി. ഒപ്പം സഹകരണ സ്ഥാപനത്തിന് സംരക്ഷണം എന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. അപ്പോൾ നാം കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ ഇടപെടുന്നത് ഗുണപരമായ കാര്യത്തിനെങ്കിൽ നല്ലത്. എന്നാൽ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന കരുവന്നൂർ മുൻനിർത്തി മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനവും. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്നും സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. കരുവന്നൂരിൽ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം വകുപ്പും സർക്കാരും സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും VN വാസവനും വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. സഹകരണ മേഖലയിലെ അഴിമതി ഗൗരവതരം എന്ന മുഖ്യമന്ത്രിയുടെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സഹകരണ മേഖലയിൽ അഴിമതിയുണ്ട് എന്നത് മുഖ്യമന്ത്രിക്ക് വൈകി വന്ന വിവേകമാണോ എന്ന ചോദ്യവും ഉയരുന്നു. ഈ ചോദ്യമാണ് 24 ഇന്ന് പൊതുജനങ്ങളോടായി ചോദിച്ചത്. കാണാം അതിന്റെ പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. അത് നേരത്തെ പറയേണ്ട കാര്യമില്ലേ? മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ള കാര്യമില്ലേ? ഇതെല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമില്ലേ? ഇന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം ഏറ്റവും കൂടുതൽ സഹകരണ മേഖല കൈകാര്യം ചെയ്യുന്നത് CPM പാർട്ടിയാണ്, മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയാണല്ലോ. അപ്പോൾ ഇത് പരസ്യമായിട്ട് അഴിമതി ഉണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രസ്താവന. സഹകരണ മേഖല മുഴുവനല്ല, ഏകദേശം അഴിമതി എന്നാണ് തോന്നുന്നത്. അത് കാലാകാലങ്ങളിലും എല്ലാ കക്ഷികളും അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി അറിയാൻ വൈകിട്ടുണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് കൂടിയില്ലേ അത് വ്യക്തമായല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അവരെ സംബന്ധിച്ച സ്ഥിതിക്ക് അഴിമതി ഉണ്ട് എന്നുള്ളത് ED അന്വേഷണത്തിൽ കൂടെ തെളിയും. മുഖ്യമന്ത്രിക്ക് ഇതിന് പറയാനുള്ള അവകാശമില്ല. അവർക്ക് എന്തെങ്കിലും അറിയാമോ? അവർ വലിയ ഭരണത്തിരിക്കുന്നുണ്ട്, അവർക്ക് പറയാം. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളത് നേരത്തെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മേലധികാരികളൊക്കെ അവരാൾക്കാരാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാവും. അത് മുഖ്യമന്ത്രി മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ മകളും എല്ലാവരും ഈ സാമ്പത്തിക ക്രമക്കേടിൽ അവർക്കെതിരെ നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ED പോലുള്ള സംഘടനകൾ. ഓരോ സമയത്ത് ഓരോന്ന് പറയും, ചിലപ്പോൾ പറയും തിരിച്ചാന്ന് പറയും. അതിലൊരു അർത്ഥമില്ല പറയുന്നത്.
രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ലെങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ഒപ്പം എസ് വിജയകുമാറും നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർക്കെ പ്രതിഷ്ഠാ ചടങ്ങ് നാളെ, അതിനു മുമ്പുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാവുന്നു. അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അയോധ്യയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇനിയുള്ള ചടങ്ങുകൾ എങ്ങനെയായിരിക്കും ആർക്കെ? റീജിത്ത്, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും 2 നിലകളിലാണ്, 3 നിലകളുള്ള ക്ഷേത്രത്തിന്റെ 2 നിലകളാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കി ഇരിക്കുന്നത്. 3ാം നിലയുടെ ഈ ബാക്കി കർമ്മങ്ങളും പണിയും ഒക്കെ പൂർത്തിയാകുന്നത് അടുത്ത ഈ ജൂലൈയിലായിരിക്കും. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചടങ്ങുകളുടെ മുഖ്യ യജമാനനാകുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ളതാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 12:20 നാളെ 12:20 ആരംഭിക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. 12:20 കഴിഞ്ഞ് ഉള്ള സമയത്ത് ഈ പൂജകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് 84 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് മുഹൂർത്തം എത്തും. ആ മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടക്കുക. മൂലമന്ത്രം ഉപദേശിച്ചതിന് ശേഷം പ്രതിമയ്ക്ക് പ്രാണൻ നൽകുന്നതായിരിക്കും ഉണ്ടാവുക. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 84 സെക്കൻഡ് ഈ അഭിജിത്ത് മുഹൂർത്തം കഴിഞ്ഞാൽ ആ സമയത്ത് ഈ രാമവിഗ്രഹത്തിന്റെ അഥവാ പുതിയ രാംലല്ലയുടെ കണ്ണുകൾ മുഖപടം അണിഞ്ഞ രീതിയിലായിരിക്കും. അതിനുശേഷം ഈ മുഖപടം മാറ്റി അഞ്ജനം എഴുതും. ഈ കണ്ണുകളിൽ അഞ്ജനം എഴുതിയ ശ്രീരാമ വിഗ്രഹത്തെ അഥവാ പുതിയ രാംലല്ലയെ ആദ്യം ദർശിക്കുന്നത് കണ്ണാടി വഴി വിഗ്രഹം തന്നെയായിരിക്കും വിഗ്രഹത്തെ കാണുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ളവർക്ക് ഈ ദർശനാനുമതി ഉണ്ടാവുക. പ്രധാനമന്ത്രി അടക്കമുള്ള 5 പേരായിരിക്കും ആദ്യം ദർശനം നടത്തുന്നത്. അതിൽ RSSന്റെ അധ്യക്ഷൻ, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, ഒപ്പം ഗവർണർ അടക്കമുള്ള മുഖ്യപൂജാരി അടക്കമുള്ളവരാണ് ഈ 5 പേർ. 56 ഇനങ്ങൾ അടങ്ങുന്ന ഇനങ്ങളായിരിക്കും ആദ്യം നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമവിഗ്രഹത്തിൽ ആരതി നടത്തും. ആരതി നടത്തിയതിനു ശേഷം ആകും പ്രധാനമന്ത്രി ഈ മുഖ്യ കവാടം തുറന്ന് ക്ഷേത്രം രാമഭക്തർക്കായിട്ട് സമർപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഈ മുഖ്യ കവാടം തുറന്ന് പ്രധാനമന്ത്രി നൽകുന്നതോടുകൂടി ആ ചടങ്ങുകൾ അവസാനിക്കും. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി 10:30 മണിയോടുകൂടിയായിരിക്കും അയോധ്യയിൽ എത്തിച്ചേരുക. അദ്ദേഹം അതിനുശേഷം 11 മണിയോടുകൂടി രാമക്ഷേത്രത്തിലേക്ക് വരും. അവിടെ അദ്ദേഹം സിംഹദ്വാർ വഴിയായിരിക്കും അകത്തേക്ക് എത്തുക, ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുക. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രാമക്ഷേത്രം പുഷ്പാലങ്കൃതമാക്കി എല്ലായിടങ്ങളും എന്ന രീതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മറ്റ് പൂജകൾ, ഇന്ന് രാവിലെ നടന്ന കലശം അടക്കമുള്ള പൂജകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി നാളത്തെ പ്രാണപ്രതിഷ്ഠയിലേക്ക് ആണ് പോകുന്നത്. ആ സമയത്താണ് അയോധ്യയിൽ ഇപ്പോൾ വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നത്. ഈ ഭക്തജനങ്ങൾക്കറിയാം അവർക്ക് നാളെ ദർശനം ലഭിക്കില്ല എന്നുള്ളത്. പക്ഷേ ഈ കടുത്ത തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇവിടേക്ക് ഈ എത്തുന്ന ആളുകൾ ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ തങ്ങും. 23-ാം തീയതി മുതലായിരിക്കും ദർശന അനുമതി ലഭിക്കുക. പ്രതിദിനം 1 ലക്ഷം പേർക്ക് ദർശനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് അഥവാ ശ്രമമാണ് ഇപ്പോൾ ട്രസ്റ്റ് നടത്തുന്നത്. ഏതായാലും വലിയ ആഘോഷ ലഹരിയിലാണ് ഇപ്പോൾ അയോധ്യ. നഗരത്തിന്റെ എല്ലാ മേഖലകളിലും, അത് രാമബദൽ അടക്കം ഭക്തിബദൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിരത്തിന് ഇരുവശവും വലിയ രീതിയിലുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നിരത്തുകളിൽ ഇരുവശത്തും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഒപ്പം സ്വാഗത കമാനങ്ങളും ഒക്കെ അണിനിരത്തിക്കൊണ്ട് നാളത്തെ ഉദ്ഘാടന ചടങ്ങിനെ വർണ്ണാഭമാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്.
ശരി, ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, അയോധ്യയിലേക്ക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഇന്ന് ഈ വൈകുന്നേരം, ഇന്ന് ഈ സന്ധ്യാസമയത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെയാണ് അയോധ്യയിൽ, വിജയകുമാർ? റിജിത്ത്, ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഒരു പതിവ് കാഴ്ച കാണുകയാണ്. ഇവിടേക്ക് അയോധ്യ നഗരത്തിലേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് തീർത്ഥാടകർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഈ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് വരരുത്, പിന്നീട് തീർത്ഥാടനത്തിനെത്താം എന്ന്. പക്ഷേ അതൊക്കെ മറികടന്ന് പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഈ സന്ധ്യാസമയത്തെയും ദൃശ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് അയോധ്യ നഗരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ക്ഷേത്ര കവാടം എത്തും. പക്ഷേ അവിടെ ആളുകൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഘോഷയാത്രയായി, തീർത്ഥയാത്രയായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഥിയുടെ ഇരുഭാഗത്തും കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. രാമകഥ അനുസ്മരിച്ചുകൊണ്ടുള്ള വിവിധ നൃത്തരൂപങ്ങൾ, ഈ രാമകഥ, സരത് സാഗരം പോലെയുള്ള കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആ നിലയിലുള്ള പരിപാടികൾ, സംഗീത പരിപാടികൾ, രാജ്യത്തെ പ്രമുഖ കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നാളത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇടയിലും രാജ്യത്തെ പ്രധാനപ്പെട്ട വാദ്യകലാകാരന്മാരുടെ ഒരു പ്രത്യേക ഫ്യൂഷൻ അവിടെ ഉണ്ടാകുമെന്നാണ് ഇന്ന് ഈ അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നതിൽ അവരൊരു സസ്പെൻസ് കാത്തു സൂക്ഷിക്കുകയാണ്. ഏതാണ്ട് 50ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക സംഗീത പരിപാടി അവിടെ ഉണ്ടാകും. അതിന് മുന്നോടിയായി പ്രധാനമന്ത്രിയൊക്കെ എത്തുമ്പോഴേക്ക് ആ പരിപാടി അവിടെ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഇത്രയും ആളുകളുടെ സുരക്ഷ എന്നതാണ് റിജിത്ത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉത്തർപ്രദേശ് പോലീസിലെ വിവിധ വിഭാഗങ്ങൾ ഈ നഗരത്തിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് ഈ ആളുകളെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു 3 നിരയിലുള്ള സുരക്ഷാ ക്രമീകരണം ഇതിനോടകം നിലവിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് നാളത്തെ ഈ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ആർക്കെ പറഞ്ഞതുപോലെ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. അതിനിടയിലും ചില വിവാദ വിഷയങ്ങളിലൂടെ പരാമർശിച്ചു പോകാതിരിക്കുന്നില്ല റിജിത്ത്. അതിലൊന്ന്, ഇന്ന് ഇപ്പോൾ വൈകിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഈ നാളത്തെ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം സ്റ്റാലിൻ സർക്കാർ വിലക്കി എന്നതാണ്. അവിടുത്തെ ജനങ്ങളെ ഇത് കാണിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ DMKയുടെ യുവജന വിഭാഗത്തിന്റെ സമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ ശ്രദ്ധ മാറാതിരിക്കാൻ രാമക്ഷേത്ര ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ പ്രാണപ്രതിഷ്ഠ തമിഴ്നാട്ടിൽ കാണിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചു. DMK അത് നിരാകരിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ് ആരോപണമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഹിമാചൽ പ്രദേശ് സർക്കാർ അവധി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ അവധി പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അത് മേമ്പൊടിയായി വിവാദങ്ങളുണ്ട്. അപ്പോഴും ഉത്സവാന്തരീക്ഷത്തിൽ ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. പ്രധാനമന്ത്രി 10:25 എയർപോർട്ടിലെത്തും. 10:50 അദ്ദേഹം അയോധ്യ നഗരത്തിലെത്തും. അദ്ദേഹം സരയുവിൽ സ്നാനം ചെയ്തേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. 11:30 മുതൽ 12:30 വരെ അദ്ദേഹം അമ്പലത്തിലുണ്ടാകും, ക്ഷേത്രത്തിലുണ്ടാകും. അതിൽ ഏതാണ്ട് 12:30 എന്ന് പറയുന്ന 12:20 12:30 ഇടയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം, ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് ജ്യോതിഷികൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 7000-ഓളം ആളുകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദൂരദർശനാണ് ഈ പരിപാടിയുടെ ടെലികാസ്റ്റിനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത്. മറ്റു വാർത്താ ഏജൻസികൾക്കും അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രാജ്യത്ത് മുഴുവൻ ഇത് എത്തിക്കുന്നതിനുള്ള ക്രമീകരണം വേറെ തരത്തിൽ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ ആരൊക്കെ എത്തും എന്നതിന്റെ കൗതുകം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ക്ഷണം ലഭിച്ചതിൽ വലിയ വിഭാഗം ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് ഇന്ന് അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വക്താക്കൾ അറിയിച്ചിരിക്കുന്നത്. റീജിത്ത്, ശരി, രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് അയോധ്യയുള്ളത്. അയോധ്യയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് വിജയകുമാർ, ഒപ്പം തന്നെ ആർ രാധാകൃഷ്ണനും. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനാൽ ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശി ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചു. CPIM അനുഭാവികളായ നിക്ഷേപകരെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചുവെന്ന് ജോഷി ആരോപിച്ചു. നിക്ഷേപം മടക്കി നൽകാൻ നടപടി ആരംഭിച്ചുവെന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോൾ ജോഷിയെപ്പോലെ പണം ലഭിക്കാതെ പ്രതിസന്ധിയിലായവർ നിരവധിയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായമാകുമെന്ന് കരുതിയാണ് ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പാദ്യം മാപ്രാണം സ്വദേശി ജോഷി
കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. ആ നിക്ഷേപത്തിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി വിശ്വസിക്കുന്ന പ്രസ്ഥാനം തന്നെയായിരുന്നു. എന്നാൽ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ കൊള്ളക്കാരായാൽ ദയാവധമല്ലാതെ മറ്റെന്തെന്നാണ് ഇന്ന് ജോഷി ചോദിക്കുന്നത്. 84 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷിയുടെ കണക്ക്. പ്രായം 53 അധ്വാനിച്ചുണ്ടാക്കിയ പണം വിശ്വസിച്ച പ്രസ്ഥാനത്തെ കരുതിയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. ആ വിശ്വാസം കവർന്നത് ജോഷിയുടെ ജീവിതം തന്നെയാണ്. ജോലി ചെയ്തുണ്ടാക്കിയ കാശും അതും ഞാൻ 2 കാലം തകർന്ന് കിടന്നതിന് ശേഷം ഉണ്ടാക്കിയ പൈസയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെ ഒക്കെ ഫെഡറൽ ബാങ്കിലുണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അതൊക്കെ തിരിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും ധാർഷ്ട്യവും. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കണേ? അതുകൊണ്ടാണ് ഞാൻ ചീഫ് ജസ്റ്റിസിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുള്ളത്. ഈ 30-ാം തീയതി മഹാത്മാവിനെ കൊന്നു തള്ളിയ ദിവസം. 2 തവണ മസ്തിഷ്കാർബുദം ബാധിച്ച ജോഷിയെ 20-ലധികം തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ പാടുപെടുകയാണ്. നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ച് ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററെ സമീപിച്ചപ്പോൾ മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് ജോഷി. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കുക, ആളുകളെ നിഷേധിക്കുക, പൈസ കൊടുക്കാതിരിക്കുക. കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായപ്പോൾ CPIM നേതാക്കൾ പണം പിൻവലിച്ചെന്നും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കൈയൊഴിഞ്ഞെന്നുമാണ് ജോഷിയുടെ ആരോപണം. നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ അവരുടെ അടുത്ത ആളുകളുടെയും ബന്ധുക്കളുടെയും അവരായിട്ട് നിക്ഷേപിച്ച ആൾക്കാരുടെ മുഴുവൻ പണം പിൻവലിച്ചു. ഇവരാണ് ബാങ്കിനെ തകർത്തത്. പണം തിരികെ ലഭിക്കാൻ കോടതിയെ സമീപിച്ചതോടെ CPIM അനുഭാവിയായ തന്നെ ഒറ്റപ്പെടുത്തിയെന്നും ജോഷി പറയുന്നു. ഇവിടെ ഒരു മാനേജറാണ് ആളുകളെ പുലഭ്യം പറയാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അയാൾ, ബൈജു എന്ന് പേര്. എന്ത് ധിക്കാരം ധാർഷ്ട്യമാണെന്ന് അവരുടെയൊക്കെ ഭാഷ. ഇപ്പം അതുകൂടാതെ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ പുലഭ്യം തുടങ്ങിയിരിക്കുന്നു. നമ്മളെ ഒറ്റപ്പെടുത്ത ജീവിക്കാൻ തന്നെ നിർവാഹമില്ലാതായതോടെയാണ് ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചത്. ജോഷിക്ക് 72 ലക്ഷം രൂപ നൽകാനുണ്ടെന്നാണ് ബാങ്കിന്റെ ഔദ്യോഗിക കണക്ക്. ചികിത്സ കിട്ടാതെ മരിച്ച ഫിലോമിനയിൽ തുടങ്ങി കരുവന്നൂരിൽ ജീവൻ പൊലിഞ്ഞ രക്തസാക്ഷികൾ നിരവധിയാണ്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ പ്രതീകമാണ് ഇന്ന് ജോഷി. ഇവർക്ക് മുന്നിൽ വാഗ്ദാനങ്ങളല്ല വേണ്ടത്, ക്രിയാത്മകമായി നിക്ഷേപങ്ങൾ മടക്കി നൽകാനുള്ള പദ്ധതികളാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. നിക്ഷേപം മടക്കി നൽകാൻ നടപടി ആരംഭിച്ചുവെന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോഴും ജോഷിയെപ്പോലെ പണം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ തുക ചികിത്സയ്ക്ക് പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്ത് പ്രയോജനം എന്നാണ് അവർ ചോദിക്കുന്നത്. കാണാം പൊതുജനങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതികരണം. ഞാൻ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്, ഞാൻ പിൻവലിച്ചു അതിന് മുന്നേ. അപ്പോൾ 100% അത് പ്രസ്താവന തെറ്റാണ്. ജനങ്ങളെ വഞ്ചിച്ചു, അത്രേ ഉള്ളൂ. മടക്കി കൊടുക്കണം, അത് ഏത് ഇതായാലും അത്രേ ഉള്ളൂ. ജനങ്ങളുടെ പൈസ തിരിച്ചു കിട്ടേണ്ടത് തന്നെ. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ വികാരവും അവൻ്റെ ആവശ്യവും അവൻ്റെ ബുദ്ധിമുട്ടും കണക്കിലെടുത്തിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ദയാവധത്തിന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. നടപടികൾ ഗവൺമെൻറ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒത്തിരി കാലതാമസം നീണ്ടു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അയാൾക്ക് ദയാവധം അനുവദിക്കേണ്ടതാണ്. 84 ലക്ഷം രൂപ അയാൾ ബാങ്കിലിട്ടിട്ട് ചികിത്സയ്ക്ക് പോലും പൈസ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെൻറ് ചെയ്യുന്ന അനീതി പൊതുജനങ്ങളെല്ലാവരും മനസ്സിലാക്കട്ടെ. പാർട്ടിയിൽ തെറ്റായ പ്രവണതകളും ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ടാകരുതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാം. പാർട്ടിയെപ്പെടുത്ത ഭൂതകാലം ഓർമ്മ വേണമെന്നും MV ഗോവിന്ദൻ വയനാട് മേപ്പാടിയിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം. അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ്. പക്ഷേ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം. അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുള പൊട്ടുന്നുണ്ട്. പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനീളം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല. ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളതിന് ഉറപ്പുണ്ടാവണം.
സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം? ഏത് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രവർത്തകർക്ക് ഈ ഓർമ്മപ്പെടുത്തൽ നൽകുന്നത്? സുർജിത്ത്, പാർട്ടി പടുത്ത ഭൂതകാലത്തെക്കുറിച്ച് സ്മരണകൾ ഉണ്ടാകണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. നിരവധി പേർ ജീവൻ കൊടുത്ത പാർട്ടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രവണതകൾ, ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള തരത്തിലുള്ള പരാമർശം കൂടി എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി. മേപ്പാടിയിൽ സംഘടിപ്പിച്ച PA മുഹമ്മദ് അനുസ്മരണം, വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, പാർട്ടി നേതാവായിരുന്നു PA മുഹമ്മദ്. അദ്ദേഹത്തെ അനുസ്മരിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. മാത്രമല്ല, ഈ പല കാര്യങ്ങളിലും ഈ സംഘപരിവാറിനെതിരെ രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിച്ചു. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന അയോധ്യയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഏപ്രിൽ മെയ് ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരും. ജനപ്രശ്നം പറഞ്ഞ് BJPക്ക് വോട്ട് നേടാൻ കഴിയില്ല. അത്രയും ദുരിതവും പട്ടിണിയുമാണ് രാജ്യത്ത്. അതിനെ മറികടക്കാൻ വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുന്നതേയുള്ളൂ. 2025 മാത്രമേ നിർമ്മാണം പൂർത്തിയാകൂ. ഇതിപ്പോൾ ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടി പോലെയാണ് നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു മതത്തിലെ പ്രധാന ആചാര്യന്മാരായ ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുകയാണ്. ഇത് അതിനർത്ഥം ഇത് ശരിയായ നടപടിയല്ല, രാഷ്ട്രീയമായി മതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. ഇത്തരത്തിൽ വലിയ വിമർശനം കൂടി ഉന്നയിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് വൈത്തിരിയിൽ പൊതുജന മധ്യത്തിൽ കീഴുദ്യോഗസ്ഥനെ മർദ്ദിച്ച് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. വൈത്തിരി ഇൻസ്പെക്ടർ ബോബി വർഗീസാണ് സിവിൽ പോലീസ് ഓഫീസറെ അസഭ്യം പറയുകയും തല്ലുകയും ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി പോലീസ് അസോസിയേഷൻ രംഗത്തെത്തി. DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. SHO കീഴുദ്യോഗസ്ഥനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദ ചുഴിയിലാണ് വയനാട് പോലീസ്. പോലീസ് അസോസിയേഷൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. രൂക്ഷമായ ഭാഷയിലായിരുന്നു അസോസിയേഷൻ നേതാക്കളുടെ വാർത്താക്കുറിപ്പ്. വെള്ളിയാഴ്ച രാത്രി വൈത്തിരി കനറ ബാങ്ക് പരിസരം ഒരാൾ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് SHO ബോബി വർഗീസും 3 സിവിൽ പോലീസ് ഓഫീസർമാരും സ്ഥലത്ത് എത്തുന്നത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാളല്ല ആക്രമിച്ചത് എന്ന് വ്യക്തമായി. ഇതോടെ ഇയാളും SHOയും തമ്മിൽ വാക്കേറ്റം. ഈ വാക്കേറ്റം മുറുകുമ്പോഴും ജീപ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ഇറങ്ങിയില്ല. ഇതാണ് പ്രകോപന കാരണം. SHO അസഭ്യം വിളിച്ച് സിവിൽ പോലീസ് ഓഫീസറെ തല്ലുകയായിരുന്നു. വൈകാരികതയിൽ സംഭവിച്ചതാണെന്നാണ് SHOയുടെ വിശദീകരണം. പരാതിയില്ലെന്ന് സിവിൽ പോലീസ് ഓഫീസറും വ്യക്തമാക്കി. എന്നാൽ ആൾക്കൂട്ടത്തിൽ ആരോ പകർത്തിയ ദൃശ്യം പ്രചരിച്ചതോടെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടി SHOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് SP-ക്ക് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ പോലീസ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പോലീസിലുള്ളത് അടിമ ഉടമ ബന്ധമല്ല എന്ന് തീർത്തു പറഞ്ഞു. SHOയുടെ നടപടി ഉദ്യോഗസ്ഥരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും കളങ്കപ്പെടുത്തുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ അഭിമാനം സംരക്ഷിക്കാൻ നീതിയുടെ പക്ഷം ചേർന്ന് മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതീവ ഗൗരവത്തിലാണ് വൈത്തിരിയിലുണ്ടായ സംഭവവികാസങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. വയനാട് SP കണ്ണൂർ റേഞ്ച് DIGക്ക് റിപ്പോർട്ട് കൈമാറി. DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥനാകും ഈ വിഷയം അന്വേഷിക്കുക. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. കേസ് അന്വേഷിക്കാൻ പോയ ഇൻസ്പെക്ടറാണ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കീഴുദ്യോഗസ്ഥനെ തല്ലിയിരിക്കുന്നത്. പോലീസുകാർ തന്നെ നടുറോഡിൽ വെച്ച് തമ്മിൽ തല്ലിയാൽ ആര് നീതി നടപ്പാക്കും എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കാണാം ചില പ്രതികരണങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഭാരതത്തിൽ തന്നെ ഏറ്റവും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പോലീസ് സേന കേരളത്തിൻ്റെ പോലീസ് സേനയാണെന്നും അതിന് അവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് ഈ അടുത്ത് പുറത്തു വരികയുണ്ടായി. ജനങ്ങളോടെന്നതുപോലെ മേലുദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥനെ പൊതുജന മധ്യത്തിൽ വെച്ച് ആക്ഷേപിക്കുകയും തെറിയഭിഷേകം നടത്തുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അപമതിപ്പാണ് പോലീസ് സേനയെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവർ, മറ്റുള്ളവർക്ക് നിയമം പകർന്നു നൽകേണ്ടവർ, അവർ തന്നെയാണ് ഒരു തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറിയിട്ടുള്ളത്. അത് പൊതുജനങ്ങളുടെ ഇടയിൽ സ്വന്തം സഹപ്രവർത്തകനെയാണ് മർദ്ദിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ നേർക്കാഴ്ചയാണ് വൈത്തിരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും പരസ്പരം പോർ വിളിക്കുകയാണ് തെരുവിൽ.
പൊതുസമൂഹത്തിനാകെ സുരക്ഷ നൽകേണ്ട പോലീസ് ഇത്രയേറെ ദുർബലപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല. ഇത്രയേറെ കഴിവുകെട്ട ഒരു ആഭ്യന്തര വകുപ്പിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും കഴിവുകേടിന്റെ പര്യായമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. KPCC നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ഒരു വിഭാഗം KSU നേതാക്കൾ. നേതൃത്വത്തിൽ നിന്ന് ആവശ്യത്തിന് പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് KSU നേതാക്കൾ AICC പോഷക സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചത്. പാർട്ടി കേസിൽപ്പെടുന്നവർക്ക് ആവശ്യത്തിന് സഹായം ലഭിക്കുന്നില്ല എന്ന പരാതിയും KSU നേതൃത്വത്തിന് ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പോഷക സംഘടനകളുടെ യോഗം വിളിച്ചത്. സമരങ്ങളുടെ പേരിൽ കേസിൽപ്പെട്ടാൽ ജാമ്യത്തുക കെട്ടിവെക്കാൻ പോലും വൈകുന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. KPCCയുടെ മനോഭാവം പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസിന് നൽകുന്ന പരിഗണന തങ്ങൾക്കും വേണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. പരാതി പരിശോധിക്കുമെന്ന് ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് ഉറപ്പു നൽകി. ഇതോടെ വിഷയം ഗൗരവപരമായി പരിശോധിക്കേണ്ട സാഹചര്യത്തിലേക്ക് KPCCയും എത്തി. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ K. സുധാകരൻ തിരിച്ചെത്തിയ ശേഷം KSU ഉന്നയിച്ച പരാതി സംബന്ധിച്ച് നേതൃത്വം വിശദമായ ചർച്ച നടത്തും. ആരോപണം ഗൗരവമുള്ളതാണ്. പരിഹാരം കാണേണ്ടത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വവും. ഒരു കാര്യം പറയാതെ വയ്യ, ഒരേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് രണ്ട് പന്തിയിൽ അത്താഴം വിളമ്പുന്നത് ഒട്ടും ശരിയല്ല. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. യൂത്ത് കോൺഗ്രസിന് ലഭിക്കുന്ന പരിഗണന KSUവിന് കിട്ടുന്നില്ല എന്നാണ് വിദ്യാർത്ഥി നേതാക്കളുടെ പ്രധാന പരാതി. പാർട്ടി ആഹ്വാനപ്രകാരം പ്രതിഷേധിക്കുകയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും കേസുകളിൽ അകപ്പെടുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കേണ്ട ബാധ്യത മാതൃസംഘടനകൾക്കില്ലേ? പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയമാണ് ഇന്ന് ഞങ്ങൾ ചോദ്യമായി ഉയർത്തിയത്. കേൾക്കാമതിനുള്ള പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. തുല്യത വേണം. ജനാധിപത്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഇതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. എൻ്റെ ഇതിലെ കാഴ്ചപ്പാടിൽ എല്ലാവരും എന്താണോ പറയുന്നത് എല്ലാവർക്കുള്ള അവകാശങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതി. ഇതിനെ മാറ്റി നിർത്തിയാൽ അവരൊന്നുമല്ല, പിന്നെ അവരെ പരിഗണിച്ചല്ലേ പറ്റുള്ളൂ. നാളത്തെ തലമുറകളല്ലേ അവർ. KSU നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഈ വലിയ അവരൊക്കെ ആയവരെല്ലാം KSU നിന്നാണ് തുടങ്ങുന്നത്. തുല്യ ഇത് വരുവാണെങ്കിൽ അവർക്കൊരിതാകും, അല്ലെങ്കിൽ അവർ തീരെ അടിച്ചമർത്തുന്ന പോലെ ഒരു അവസ്ഥയായി പോകത്തില്ലേ. യൂത്ത് ലീഗിന്റെ പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവിധ ഗ്രാഫുകളും പ്രസിദ്ധീകരിക്കാറുണ്ട്. അതൊന്നും ഇവിടെ ചർച്ചയല്ല. ഇവിടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. ഇന്ത്യയെ രക്ഷപ്പെടുത്തണം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടത് BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റണം എന്നുള്ളത്. കഴിഞ്ഞ 5 മാസങ്ങളിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 47%, 43 to 47% വോട്ടാണ് BJP കിട്ടിയിട്ടുള്ളത്. ബാക്കി വോട്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അതൊരു ശുഭ സൂചനയാണ്. ഒന്നുകൂടി നമ്മൾ ആഞ്ഞു പിടിച്ചാൽ, ഇന്ത്യ മുന്നണി ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ അധികാരത്തിൽ നിന്ന് BJPയെ തൂത്തെറിയുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകിയിട്ടുള്ള സൂചനകൾ. വിദ്വേഷത്തെ പ്രചരിപ്പിക്കുന്നു. നമുക്ക് വിദ്വേഷം കൊണ്ട് തന്നെ നമുക്ക് നേരിടേണ്ട കാര്യമുണ്ട്. വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും നേരിട്ട ചരിത്രം അത് ലോകത്തുണ്ട്. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് വിദ്വേഷത്തെ സ്നേഹം കൊണ്ടാണ്. അബൂജഹലിന്റെ ഒക്കെ വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടുമാണ് പരിശുദ്ധ പ്രവാചകൻ നേരിട്ടത്. മൂസാ നബി അലൈഹി സ്വലാം ഫറോവയെ നേരിട്ടത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്, വിദ്വേഷത്തിന്റെ ഭാഷയിലല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിനെ കീഴ്പ്പെടുത്തിയതും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിലായി. മഹാനായ ഈസായി, മഹാനായ സയ്യിദ് മുതുകായ സാഹിബ്, മഹാനായ ബാഫക്കിത്തങ്ങളും, മഹാനായ ആയുധമില്ലത്തും, മഹാനായ ബാഫക്കിത്തങ്ങളും, എന്റെ വന്യപിതാവ് ഉപ്പയത്തങ്ങളും ഷിയാബ്തങ്ങളും, ഇവരെല്ലാവരും വിദ്വേഷത്തെ സാഹോദര്യം കൊണ്ടും സ്നേഹം കൊണ്ടും നേരിട്ടു. അതിൽ നമുക്ക് വിജയിക്കുവാനും കഴിയും. നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വരും. അതൊക്കെ കാലത്തിന്റെ ഒരു കുത്തൊഴുക്കൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അവിടെ നിന്ന് നമ്മൾ നിരാശരാകേണ്ട, അപകർഷരാകേണ്ട കാര്യവുമില്ല. അചഞ്ചലമായ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവീകരുടെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ
എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിനു വേണ്ടിയുള്ള ഇന്ന് ഇന്ത്യയിലെ വിയോജിപ്പിനെ ഭയപ്പെടുന്ന ആൾക്കാർ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ്. വിയോജിപ്പിന്റെ ശബ്ദത്തിൽ കോഴിക്കോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലിക്ക് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് സാഹോദര്യം കൊണ്ട് നേരിടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന ആഹ്വാനവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നമ്മൾ ചെറിയൊരു ഇലക്ട്രിക് ബസ് ലാഭകരമല്ല എന്ന ഗതാഗത മന്ത്രിയുടെ വാദം തള്ളി KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. 9 മാസത്തെ ലാഭം 2.88 കോടിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ബസ്സുകൾ നഷ്ടമാണെന്നും ഡീസൽ ബസ്സുകളിലേക്ക് മാറണം എന്നുമായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ബസ്സുകൾ ലാഭകരമാണോ എന്നറിയാൻ മന്ത്രി തേടിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. KSRTCയെ ലാഭകരമാക്കാനുള്ള പുതിയ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന തീരുമാനം. ആ തീരുമാനത്തിന് പിന്നാലെ LDFനുള്ളിൽ തന്നെ വിവാദം പുകയുകയും ചെയ്തു. എന്നാൽ KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മന്ത്രിയുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് ഈ ബസ്സുകൾ ലാഭമുണ്ടാക്കിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗണേഷ് കുമാറിന്റെ വാദത്തെ തള്ളുകയാണ് KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. കിലോമീറ്ററിന് ശരാശരി 8.21 രൂപയാണ് ഈ ബസ്സുകളിൽ നിന്നുള്ള ലാഭം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 2.88 കോടി രൂപയുടെ ലാഭമാണ് ഈ ബസ് സർവീസുകളിൽ നിന്നുണ്ടായത്. 9 മാസത്തിൽ 1 മാസം പോലും നഷ്ടമുണ്ടായിട്ടില്ലെന്നും കണക്കുകൾ തെളിയിക്കുന്നു. ജൂലൈയിൽ 8 രൂപയിൽ നിന്ന് 13 രൂപ വരെയായി ലാഭം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ബസ്സുകൾ ലാഭകരമാണെന്ന വാർഷിക റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത് മന്ത്രിയുടെ തന്നെ നിലപാടിനെ തുറന്നെതിർക്കുകയാണ്. ഗതാഗത മന്ത്രി CMDയോട് തേടിയ വിശദ വിവരങ്ങളിൽ ഈ വാർഷിക റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയാകും നൽകുക. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നാണ് LDF നിലപാട്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാന നഗരത്തെ ഹരിത നഗരമാക്കി മാറ്റാനുള്ള കോർപ്പറേഷന്റെ തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ബസ്സുകൾ. കോർപ്പറേഷൻ ബസ്സുകൾ വാങ്ങി നൽകുമ്പോൾ KSRTCയുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയേ തീരുമാനമെടുക്കാൻ കഴിയൂ. അതുമാത്രവുമല്ല, ഈ ബസ്സുകൾ വേണ്ടെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ്സുകൾ വാങ്ങാനും കഴിയില്ല. പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. സ്മാർട്ട് സിറ്റി ഫണ്ട് നഷ്ടമാവുകയും ചെയ്യും. അപ്പോഴും നഷ്ടം KSRTCക്കു തന്നെ. LDF പിന്തുണയ്ക്കാതിരിക്കുകയും മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ അടക്കമുള്ളവരുടെ വാദം ശരിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്യുമ്പോൾ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വരും ഗണേഷ് കുമാറിന്. എന്നാൽ ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെയാണോ മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതാണ് സംശയം. LDF മന്ത്രിയുടെ ഈ പ്രസ്താവനയെ പാടെ തള്ളുകയാണ്. CPMന്റെ പ്രഖ്യാപിത നയമാണ് ഇലക്ട്രിക് ബസ്സുകൾ. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിലൊരു വാർഷിക റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ മന്ത്രിക്ക് തീരുമാനം തിരുത്തേണ്ടി വരും. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന മന്ത്രിയുടെ നിലപാട് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കാണാം ചില പ്രതികരണങ്ങൾ. അത് യാത്രക്കാർക്ക് സൗകര്യമാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പൊതുവെ അഭിപ്രായം 10 രൂപ ബസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് വളരെ ലാഭകരമാണ്. ബസ് ആൾക്കാർക്ക് ഉപകാരമാണ്. ഇപ്പോൾ ചെറിയ റൂട്ടുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ബസ് നല്ലതാണ്. മന്ത്രി പറഞ്ഞതും ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കണ്ട് ഒരു സമയത്ത് തന്നെ 3 വണ്ടിയൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഒരു വണ്ടിയാകുമ്പോൾ 15 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ പോയാൽ അവർക്ക് തന്നെയാണ് അത് നല്ലത്. അത് എല്ലാവർക്കും സൗകര്യമാണ്. ആ ബസ് ഉപകാരമാണ്. ഇല്ല, നിലനിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ സാധാരണക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു ഓട്ടോയിൽ പോകണമെങ്കിൽ 10-30 രൂപ എടുക്കണം. അപ്പം 10 രൂപ എടുത്താൽ ചുറ്റി മൊത്തവും പോവാമല്ലോ. എളുപ്പമാണ്, ബസ് കാത്ത് നിൽക്കണ്ട. ഇന്നലെ ഗുരുതരമായൊരു പരാതി ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു വന്നു. പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ 31-കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ പരാതി കടുപ്പിക്കുകയാണ് ബന്ധുക്കൾ. ശസ്ത്രക്രിയക്കിടെ പിഴവുണ്ടായെന്നും ഗുരുതരാവസ്ഥയിലായ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വൈകിയെന്നുമാണ് ആരോപണം. പ്രസവം നിർത്താനുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കിടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിലും പിന്നീട് മരണം സംഭവിച്ചതിലും വിദഗ്ധ സർജന്മാർ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. ആശയുടെ സഹോദരൻ അരുണും മറ്റു ബന്ധുക്കളും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തി പരാതി നൽകി. കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിച്ച് ഒരു ഫോറൻസിക് സർജൻ, 2 പോലീസ് സർജൻ അടക്കം വിദഗ്ധ സംഘത്തെ പോസ്റ്റ്മോർട്ടത്തിന് നിയോഗിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. രാവിലെ തുടങ്ങേണ്ടിയിരുന്ന പോസ്റ്റ്മോർട്ടം ഇതുകൊണ്ട് വൈകിട്ട് 5:15 ആരംഭിച്ചത്. ആശയുടെ മരണത്തിന് കാരണം വനിതാ ശിശു ആശുപത്രിയിലെ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തീർച്ചയായും 100% ചികിത്സാ പിഴവ് തന്നെ. അത് ഞങ്ങൾക്ക് അറിയാം.
3 ദിവസമായിട്ട് ഈ WNC ഹോസ്പിറ്റലിലോട്ട് നടന്ന് സകല ടെസ്റ്റുകളും ചെയ്തതാണ്. എല്ലാ ടെസ്റ്റും ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്തത്. മുൻ മന്ത്രി G. സുധാകരൻ മരണപ്പെട്ട ആശാ ശരത്തിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ അസ്വസ്ഥതയുണ്ടാവുകയും അമിത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലായിട്ടും 1 മണിക്കൂറോളം കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് പരാതി. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. 7ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളാണ് ആശയ്ക്ക്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആശയുടെ ഭർത്താവ് ശരത്ത് നാളെ നാട്ടിലെത്തിയ ശേഷം വൈകിട്ട് 3 മണിയോടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ആശയുടെ ജീവൻ നഷ്ടമാകാനുണ്ടായ കാരണം വ്യക്തമാകും. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ ഒരിക്കലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. സർക്കാർ ആശുപത്രികൾ സാധാരണക്കാരുടെ അഭയ കേന്ദ്രമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ മനുഷ്യജീവനുകൾക്ക് ഈ ആശുപത്രികളിൽ എത്രത്തോളം വിലയുണ്ടെന്നാണ് ഉയരുന്ന ചോദ്യം. MD അധീഷിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ചികിത്സാ പിഴവുണ്ടായി എന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ ജില്ലാ കളക്ടർ തന്നെ ഇടപെട്ട് കഴിഞ്ഞു. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കേൾക്കാം ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. ഇത് അവിടെ നിന്നുള്ള കടപ്പുറം ഹോസ്പിറ്റലിൽ നിന്നുള്ള നെഗ്ലിജൻസാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമില്ല. ഞാൻ 30 മണിക്കൂർ ICUവിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആളാണ്. 30 മണിക്കൂർ അവളുടെ കൂടെ ലൈവായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോകാൻ പോലും സമ്മതിച്ചില്ല. എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടി 30 മണിക്കൂർ ലൈവായിരുന്നു. നമ്മൾ എടുക്കരുതെന്ന് പറഞ്ഞ കുട്ടി. അതാണ് എനിക്ക്. അതുപോലെ MRI സ്കാൻ ചെയ്യാതെ ബ്രെയിൻ ഡെത്ത് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയത്തില്ല. ആശുപത്രിക്കാരുടെയാണോ രോഗികളുടെയാണോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ വാർത്തയിലും പേപ്പറിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് കാര്യം അറിയത്തില്ല. ഡോക്ടർമാരുടെയും കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡോക്ടർമാരുടെയും കുറ്റം ഉണ്ടായിരിക്കും. അവരോടും ഡോസിൻ്റെ കൂടുതലുണ്ടല്ലോ അങ്ങനെ സംഭവിച്ചത്. അത് സത്യമായിരിക്കും അല്ലേ. പിന്നെ പറയാൻ പറ്റില്ല, വിധിയുടെ ഒരു ഇതും കൂടെ വരും. അങ്ങനെയല്ല, സർക്കാർ ആശുപത്രി അങ്ങനെ താഴ്ത്തി കിട്ടാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സാധാരണക്കാർക്ക് എന്തും കൊണ്ട് സർക്കാർ ആശുപത്രിയാണ് നല്ലത്. കാരണം എല്ലാവരും വലിയ ആശുപത്രികളിൽ പോയിട്ട് അവസാനം അഭയം പ്രാപിക്കുന്നത് തീർച്ചയായും സർക്കാർ ആശുപത്രി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവരെ താഴ്ത്തി കിട്ടാൻ പറ്റത്തില്ല. പിന്നെ ചെറിയ ചെറിയ പാവപ്പെടുകളും ഉണ്ടാകാം, അത്രേ ഉള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. ആരുടെ ഭാഗത്ത് ഏത് തലത്തിലാണ് വീഴ്ച വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കട്ടെ. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തൃശ്ശൂർ കുന്നംകുളം അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ ആന ഇടഞ്ഞു. ആളുകൾ ചിതറിയോടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൂരജ് സജി അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് വിവരങ്ങൾ? സൂരജ്, വൈകുന്നേരം 5:30 കൂടിയാണ് ഈ അഞ്ഞൂർ പറക്കാടി പൂരത്തിനിടെ ആന ഇടഞ്ഞത്. ഈ ആന ഇടഞ്ഞ് അതായത് അമ്പലത്തിന് മുന്നിലേക്ക്, ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഈ ആനയെ തൊഴുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ ആന ഇടയുന്നത്. തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട ഈ 2 പേർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി സ്വദേശികളായ പടിഞ്ഞാറ്റുകര സ്വദേശിയും അതുപോലെ തന്നെ വാദ്യകലാകാരനുമായ കരുമത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ 46 വയസ്സാണ്. അതോടൊപ്പം തന്നെ ചാട്ടുകുളം സ്വദേശിനി 13 വയസ്സുള്ള അസ്നിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. വേണുഗോപാലിന്റെ മുഖത്താണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന് 4 തുന്നലുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അസ്നിയ തിരക്കിൽപ്പെട്ട് തലകറങ്ങി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവരും 2 പേരെയും തൃശൂർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ആന വിരണ്ടതോടുകൂടി ആളുകൾ ഈ ചിതറി ഓടിയതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചു നേരം ഒരു പരിഭ്രാന്തി വരുത്തുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ആനയെ തളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആന അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കീഴടങ്ങി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടി കെ ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഈ റിപ്പോർട്ടോടുകൂടി പൊതുജനം കരുതിയ LSR എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുന്നു.